ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീനും കായും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ചെമ്മീനും കായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഇത് ഉപ്പേരി ആക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ചെമ്മീനും കായും ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയാണ് എടുത്തത് കേട്ടോ. കുറച്ച് വലിയ ചട്ടിയാണ് എടുത്തത്. അപ്പോൾ നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ പിന്നെ ഈ വലിയ ചട്ടിയിൽ എളുപ്പത്തിൽ പറ്റും. വളരെ ചെറിയ ചട്ടി എടുത്താൽ അത് നമുക്ക് ഇളക്കി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ 2 നല്ല ഇളയ കായ് എടുത്തിട്ട് വെള്ളത്തിൽ മുറിച്ചിട്ടിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. മൂത്ത കായ് എടുക്കരുത്, കുറച്ച് ഇളയ കായ് വേണം എടുക്കാൻ. അതായിരിക്കും ചെമ്മീനും കായും ഉപ്പേരി വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ്, അല്ലെങ്കിൽ ഇളം മധുരം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ എടുത്തതാണ് 50 ഗ്രാം ചെമ്മീൻ. പിന്നെ വറുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് ഇങ്ങനെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഈ കായിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ചേർക്കുന്നതാണ് ചുവന്ന മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് 1/4 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ആണ് ചേർക്കുന്നത്. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല സാധാരണ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടുന്നതാണ് നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾക്ക് ഇപ്പം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്കിനി അതിൽ വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഒന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് ഫുൾ ഫ്ലെയിമിലെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീനും കായും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് കുറഞ്ഞ തീയിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കായ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെമ്മീനും കായും 1/4 വേവായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ട്. 2 കായ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ 3 പച്ചമുളക് ചതച്ചതും 6-7 വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടെ എല്ലാം തേങ്ങ അടക്കം എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കൂടി ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അടച്ച് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ പച്ചമുളകും തേങ്ങായും വെളുത്തുള്ളി അല്ലിയും എല്ലാം ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീനും കായും പിന്നെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കടുക് വറുത്തിടാൻ ഇഷ്ടമുള്ളവർക്ക് കടുക് വറുത്തിടാം. കൂടുതൽ ടേസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ചെമ്മീനും കായും ഉപ്പേരിയൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ആ വെളിച്ചെണ്ണ ഒക്കെ പാത്രം തുറക്കുമ്പോഴുള്ള ആ ഒരു ചെമ്മീൻ്റെയും ആ കായയുടെ ഒക്കെ മണം സൂപ്പർ നല്ല ടേസ്റ്റുള്ള ഒരു എന്താ പറയുക ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഞ്ഞിയുടെ കൂടെയെല്ലാം പിന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.